ശബരിമലയിലെ തിരക്കിന്റെ പശ്ചാത്തലത്തിൽ തീർത്ഥാടകർക്കായി കൂടുതൽ സൗകര്യങ്ങൾ. ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ സന്നിധാനത്തെ സൗകര്യങ്ങൾ വിലയിരുത്തും. അല്പസമയത്തിനകം മന്ത്രിയുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേരും. വിവരങ്ങളുമായി സിജു കണ്ണൻ ചേരുന്നുണ്ട്. സിജു, തിരക്ക് നിയന്ത്രിക്കാനുള്ള നടപടികൾ ഊർജിതമായി മുൻപോട്ട് പോകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മന്ത്രിയുടെ അധ്യക്ഷതയിൽ അല്പസമയത്തിനകം തന്നെ അവലോകന യോഗവും ചേരാൻ പോവുകയാണ്. ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ എന്താണ് വ്യക്തമാകുന്നത്? പ്രിയ, സന്നിധാനത്തെ തിരക്ക് നിയന്ത്രിച്ച് അയ്യപ്പ ഭക്തർക്ക് കൂടുതൽ സൗകര്യമൊരുക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലാണ് സർക്കാർ തലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ തന്നെ നേരിട്ടെത്തി കാര്യങ്ങൾ വിലയിരുത്തുകയാണ്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് എരുമേലിയിലെത്തിയാണ് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ കാര്യങ്ങൾ വിലയിരുത്തി തുടങ്ങിയത്. ആദ്യം എരുമേലിയിൽ സന്ദർശനം നടത്തി, അതിനുശേഷം നിലയ്ക്കലിലെത്തി സന്ദർശനം നടത്തി. അവിടെ അവലോകന യോഗം ചേർന്ന് ഗതാഗത ക്രമീകരണം ഉൾപ്പെടെയുള്ള കാര്യത്തിൽ വിലയിരുത്തലുകൾ നടത്തി. കൂടുതൽ സൗകര്യങ്ങൾ ആവശ്യമാണെങ്കിൽ ഏർപ്പെടുത്തുമെന്ന് അവിടെ നിന്ന് അറിയിച്ചിരുന്നു. അതിനുശേഷം പമ്പയിലെത്തി വൈകുന്നേരത്തോടുകൂടി കാര്യങ്ങളെല്ലാം വിലയിരുത്തി. തീർത്ഥാടകരുമായി സംസാരിച്ചുകൊണ്ട് അവർക്ക് നേരിടുന്ന പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അക്കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു. രാത്രി ഏറെ വൈകുന്നത് വരെ മന്ത്രി പമ്പയിലുണ്ടായിരുന്നു. രാത്രി 11 മണിക്ക് ശേഷമാണ് പമ്പയിൽ നിന്ന് പുറപ്പെടുന്നത്. പുലർച്ചെ 3 മണിയോടുകൂടി കാനനപാതയിലൂടെ നീലിമല കയറി മന്ത്രി സന്നിധാനത്ത് എത്തിയിട്ടുണ്ട്. സന്നിധാനത്തെ കാര്യങ്ങൾ മന്ത്രി ഇപ്പോൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം അവലോകന യോഗം ചേരും. വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അവലോകന യോഗത്തിൽ പങ്കെടുക്കും. നിലവിൽ തന്നെ സന്നിധാനത്ത് മണ്ഡല മകരവിളക്ക് കാല ഉത്സവത്തിനായി വലിയ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. കാനനപാതയിൽ കുടിവെള്ളത്തിനടക്കം വലിയ രീതിയിലുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു. ശുദ്ധജല വിതരണത്തിന് സൗകര്യമുണ്ട്. ശുദ്ധീകരിച്ച വെള്ളം ലഭ്യമാണ്. അതോടൊപ്പം തന്നെ ഔഷധ വെള്ളം ലഭ്യമാണ്. ബയോ ടോയ്ലറ്റ് സൗകര്യങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം വലിയ തിരക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ ഈ സൗകര്യങ്ങളെല്ലാം തന്നെ വിപുലപ്പെടുത്തി കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബയോ ടോയ്ലറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു. അതോടൊപ്പം തന്നെ കുടിവെള്ള കൗണ്ടറുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഭക്തർക്ക് പരമാവധി ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ദർശനം നടത്തുന്നതിനുള്ള ഒരു സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത്. തീർത്ഥാടകർ ബുദ്ധിമുട്ടില്ലാതെ ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങണമെന്നാണ് ദേവസ്വം ബോർഡ് കണക്കാക്കുന്നത്. അതിനനുസരിച്ചുള്ള സൗകര്യങ്ങളാണ് ശബരിമലയിൽ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും കൂടുതൽ കാര്യങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് നിലയ്ക്കലിൽ ഗതാഗത സൗകര്യം ഏർപ്പെടുത്തുന്നത് മുതൽ ഇങ്ങോട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ KSRTC ബസ്സുകൾ ആവശ്യമാണെങ്കിൽ അത്തരം സൗകര്യങ്ങൾ ഏർപ്പെടുത്തും. അതോടൊപ്പം തന്നെ കൂടുതൽ ഉദ്യോഗസ്ഥരെ വിന്യസിക്കേണ്ട സാഹചര്യമുണ്ടെങ്കിൽ അങ്ങനെ വിന്യസിക്കും. അതോടൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ കൂടുതൽ വർദ്ധിപ്പിക്കും. പ്രധാനം 18-ാം പടിയിൽ കൂടി ആളുകൾ ഏറ്റവും കൂടുതൽ ആളുകളെ കടത്തിവിട്ടുകൊണ്ട് തിരക്ക് കുറയ്ക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന് ഡൈനാമിക് ക്യൂ സംവിധാനം കഴിഞ്ഞ ദിവസങ്ങളിൽ തിരക്കുള്ള സമയങ്ങളിൽ ഫലപ്രദമാണെന്നാണ് വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ആ രീതി തന്നെ തുടരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും ശബരിമല ഈ സീസണിൽ സുഖദർശനം എന്നൊരു മുന്നൊരുക്കവുമായാണ് കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകും. കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുമെന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. തെറ്റായ പ്രചരണങ്ങൾക്കൊന്നും അടിസ്ഥാനമില്ല. ശബരിമലയിൽ ആ നിലയിലുള്ള ബുദ്ധിമുട്ടുകൾ നിലവിലുള്ള തിരക്കുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ്. അത് പരിഹരിക്കണമെങ്കിൽ കൃത്യമായി ഈ ഡൈനാമിക് ക്യൂ സംവിധാനം, അതോടൊപ്പം തന്നെ 18-ാം പടി വഴിയുള്ള കടത്തിവിടുന്ന ആളുകളുടെ എണ്ണത്തിലുള്ള വർധനവ് തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നടക്കൂ. അതിന് പരിമിതികളുണ്ട്. എങ്കിലും തീർത്ഥാടകർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നേരിട്ട് ഇടപെട്ടുകൊണ്ടാണ് ആ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നത്.